ഒരു വലിയ തിരിച്ചടി ഉണ്ടായി. തെറ്റ് തിരുത്തുക എന്നതിൻ്റെ ആദ്യ പടിയായിട്ട് തെറ്റ് മനസ്സിലാക്കുക എന്നതാണല്ലോ ആദ്യത്തെ ഒരു കാര്യം. തെറ്റ് തിരുത്തണമെങ്കിൽ ആദ്യം തെറ്റ് മനസ്സിലാക്കണം, രണ്ടാമത് തെറ്റ് സമ്മതിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞു എന്നൊരു തോന്നലാണ് എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടായത്. അവർ സുഘടിതമായിട്ടൊരു പ്രോസസ്സിലേക്ക് പോയി അവരുടെ കമ്മിറ്റികളെല്ലാം വിളിച്ചു ചേർത്തിട്ട് ആ കാര്യങ്ങളെല്ലാം കേട്ട് സ്വയം വിമർശനമൊക്കെ നടന്ന് അവർ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ തെറ്റ് സമ്മതിച്ചു എന്ന് വെച്ചാൽ ബഹുജനത്തിന് മുമ്പാകെ വന്നിട്ട് CPM വന്ന് തെറ്റ് സമ്മതിക്കുകയാണ്. അതായത് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് പരിചയമുള്ള CPM-നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് സാധാരണമായ കാര്യമല്ല എന്ന് ഓർക്കണം. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നത് ഇവിടെ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടന്ന സമയത്താണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ CPM-നെതിരായിട്ടൊരു വലിയ ബഹുജന രോഷം ഉയർന്നു വന്ന ഒരു സംഭവം എൻ്റെ നോട്ടത്തിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമായിരുന്നു. ആ കാലത്ത് പോലും പക്ഷേ ഈ പാർട്ടി ഒന്നാകെ വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയ ഈ സന്ദർഭത്തിന് ശേഷമാണ് CPIM ഒരു പ്രോസസ്സാകെ നടത്തിയതിന് ശേഷം വന്നിട്ട് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അത്ഭുതകരമായ വിധം നമ്മുടെ ഓർമ്മയിലുള്ള CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കേൾക്കാത്ത വിധത്തിൽ നാട്ടുകാരും എതിരാളികളും അവർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സമ്മതിക്കേണ്ടായത്. കേരളത്തിൻ്റെ പൊതു മനസ്സിലെ CPIM നേതൃത്വം എന്ന് വെച്ചാൽ നാട്ടുകാർ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വിലക്കെടുക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ സമ്മതിച്ചു തരാത്ത, പെട്ടെന്നങ്ങ് സമ്മതിച്ചു തരാത്ത ഒരു CPM ആണ് നമുക്ക് ആളുകളുടെ മുന്നിൽ നമ്മുടെ പരിചയമുള്ള നേതൃത്വമാണെങ്കിലും CPM ആണെങ്കിലും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ നടേശൻ്റെ കാര്യമാണെങ്കിലും പയ്യന്നൂരിലെ കാര്യമാണെങ്കിലും തളിപ്പറമ്പിലെ കാര്യമാണെങ്കിലും എല്ലാം നിങ്ങൾ എന്താണോ പറഞ്ഞത്, എതിരാളികളായിട്ടുള്ള ആളുകളും വോട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇവരെ പരിഹസിച്ചും എതിർത്തും പറഞ്ഞ ആളുകൾ എന്താണോ പറഞ്ഞത് അതെല്ലാം സമ്മതിക്കുന്ന നിലയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ നിലയ്ക്ക് അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് ഈ പറ്റിയ തെറ്റ് സമ്മതിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, തിരുത്താൻ എന്ന ഒരു തോന്നലുള്ളതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് എന്നാൽ ഇവർ ശരിയായ തിരുത്തലുകളിലേക്ക് പോകുമോ എന്ന കാര്യം വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. ഇതിനകത്ത് അവർക്ക് കിട്ടുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള അടിയാണ് പൊതുജനം അവർക്ക് കൊടുത്തത്. പൊതുജനം മാത്രമല്ല, CPM രണ്ടുപേർക്ക് മാറി മാറി ചെയ്യുന്ന സ്വിംഗ് വോട്ടേഴ്സോ അല്ലെങ്കിൽ UDF-കാരും മാത്രമോ UDF-ന് വോട്ട് ചെയ്യുന്ന ആളുകളോ മാത്രമല്ല, CPIM-ൻ്റെ തന്നെ പ്രവർത്തകരടക്കം അതിശക്തമായിട്ടുള്ള അടിയാണ് ഇവരുടെ തലക്കെട്ട് നേടിയത് CPM-ൻ്റെത് എന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അടി കിട്ടിയപ്പോൾ നിങ്ങളുടെ അടിക്ക് മുന്നിൽ ഞങ്ങൾ വഴങ്ങിയിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച ഈ കാര്യം ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന CPM-നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു മുന്നോട്ട് പോക്ക് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് നിർത്താതെ അവർ ഈ പറയുന്ന ഒരല്പം ചില ആളുകൾക്കൊക്കെ ഒരു പരിഹാസം തോന്നാമെങ്കിലും ഒരു വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അയക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രോഷത്തിൽ ഇവർക്ക് എതിരെയും അനുകൂലമായിട്ടുള്ള തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ എഴുതി അയച്ചാൽ ഇതെന്ത് മെക്കാനിസം വെച്ചാണ് ഇത് മുഴുവൻ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി അയക്കുന്ന ഈ അഭിപ്രായങ്ങൾ ഇവർ വായിച്ചിട്ട് അതിനകത്തുനിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ആര് പറയുന്നതും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളിപ്പോൾ എന്തു പറയുന്നു കേൾക്കാനും ഞങ്ങൾ തയ്യാറാണെന്നൊരു സൂചന അവർ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ CPIM കേരള എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ ഇവർ ഈ കാർഡ് ഇട്ടിട്ടുണ്ട്, ഈ നമ്പർ വെച്ചിട്ട് CPM. അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറേയേറെ കമൻറ്റുകൾ MP ഗോവിന്ദൻ മാസ്റ്റർ മാറണമെന്നാണ്, നിങ്ങൾ നേതാക്കൾ മാറണമെന്ന് പറഞ്ഞാൽ രോഷത്തോടെ തന്നെ വീണ്ടും ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം കൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുകയല്ല, രോഷത്തോടെ വീണ്ടും മറുപടി വരുവരാണ്. പക്ഷേ അങ്ങനെയുള്ള രോഷം തീർക്കാൻ, നിങ്ങളുടെ രോഷപ്രകടനത്തിന് വിധേയമാകാൻ ഞങ്ങൾ തയ്യാറാണ്, ഇനിയും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന ഒരു മാനസിക നില കൂടെ CPIM പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നു എന്നത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി.